തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക 66 ആയാൽ അവയിൽ വലിയ സംഖ്യ ഏത്? ഇവിടെ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക 66 എന്ന് നൽകിയിരിക്കുന്നു. ആ കൂട്ടത്തിലെ വലിയ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ തുക നമുക്ക് 66 എന്ന് നൽകിയിട്ടുണ്ട്. അവർക്ക് തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകൾ സമാന്തര പ്രോഗ്രഷനിലാണ് വരിക. അപ്പോൾ സമാന്തര പ്രോഗ്രഷനിലെ തുടർച്ചയായ 3 പദങ്ങളാണ് തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകൾ. സമാന്തര പ്രോഗ്രഷന് ഒരു പ്രത്യേകതയുണ്ട്. അതിലെ തുടർച്ചയായ പദങ്ങളിൽ മധ്യത്തിൽ വരുന്ന പദം ആ പദങ്ങളുടെ ശരാശരിയായിരിക്കും. അപ്പോൾ ഈ 3 എണ്ണൽ സംഖ്യകളിൽ മധ്യത്തിൽ വരുന്ന സംഖ്യ ഈ 3 സംഖ്യകളുടെ ശരാശരിയാണ്. അപ്പോൾ 3 സംഖ്യകളുടെ ശരാശരി കണ്ടാൽ നമുക്കിവയുടെ മധ്യത്തിൽ വരുന്ന സംഖ്യ കിട്ടും. ശരാശരി കാണാനായിട്ട് നമുക്ക് തുകയെ എണ്ണം കൊണ്ട് ഹരിക്കാം. 66നെ 3 കൊണ്ട് ഹരിക്കുക. 66നെ 3 കൊണ്ട് ഹരിച്ചാൽ 22. അപ്പോൾ ഇതാണ് മധ്യത്തിൽ വരുന്ന സംഖ്യ. അപ്പോൾ സംഖ്യകൾ അതൊക്കെയാണ് 22-ന് ശേഷം വരുന്ന 23-ഉം 22-ന് പുറകിൽ വരുന്ന 21-ഉം. ഇക്കൂട്ടത്തിൽ വലിയ സംഖ്യ ഏതാണ്? 23. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ 23. മറ്റൊരു രീതിയിൽ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. കാരണം ഇതിൻ്റെ നടുക്കുള്ള സംഖ്യ എക്സ് എന്നും എക്സിന് ശേഷം വരുന്ന സംഖ്യ എക്സിനോട് 1 കൂട്ടിയാൽ കിട്ടുന്ന എക്സ് പ്ലസ് 1, എക്സിന് പുറകിൽ വരുന്ന സംഖ്യ എക്സിനോട് 1 കുറച്ചാൽ കിട്ടുന്ന എക്സ് മൈനസ് 1. അപ്പോൾ ഇങ്ങനെ 3 സംഖ്യകൾ എടുക്കുക. എക്സ് മൈനസ് 1, എക്സ്, എക്സ് പ്ലസ് 1. ഇവയുടെ തുകയാണ് 66 എന്നെടുക്കും. അതായത് എക്സ് മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് 1 സമം 66 എന്ന് വരും. ഇതിലെ മൈനസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസലാവും. എക്സ് 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 ഈ 3 എക്സുകൾ കൂട്ടുമ്പോൾ 3x എന്ന് വരും. 3x സമം 66 എന്ന് വരും. അഥവാ എക്സ് സമം 66/3 22 എന്ന് കിട്ടും. ഇനി വലിയ സംഖ്യ എന്ന് പറയുന്നത് എക്സിനോട് 1 കൂട്ടിയാൽ കിട്ടുന്നതാണ്. അതായത് 22 പ്ലസ് 1 23. ഏത് രീതിയിൽ ചെയ്താലും ഉത്തരം 23 തന്നെ. ശരി ഉത്തരം ഓപ്ഷൻ എ. A² മൈനസ് 2AB പ്ലസ് B² എത്ര കൂടുതലാണ് A² പ്ലസ് 2AB പ്ലസ് B²? A² മൈനസ് 2AB പ്ലസ് B² എത്ര കൂടുതലാണ് A² പ്ലസ് 2AB പ്ലസ് B²? ഓർക്കുക, 3നേക്കാൾ എത്ര കൂടുതലാണ് 7 എന്നറിയാനായിട്ട് 7-ൽ നിന്നും 3 കുറച്ചാൽ മതി. അപ്പോൾ 4 എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് A² മൈനസ് 2AB പ്ലസ് B² എത്ര കൂടുതലാണ് A² പ്ലസ് 2AB പ്ലസ് B² എന്നറിയാനായിട്ട് ഈ A² പ്ലസ് 2AB പ്ലസ് B²-ൽ നിന്നും A² മൈനസ് 2AB പ്ലസ് B² കുറയ്ക്കാം. A² പ്ലസ് 2AB പ്ലസ് B²-ൽ നിന്നും A² മൈനസ് 2AB പ്ലസ് B² കുറയ്ക്കുന്നു. നമുക്ക് ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ A² പ്ലസ് 2AB പ്ലസ് B². ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇവിടെ ഈ കുറയ്ക്കാനായതുകൊണ്ട് ഇതിനകത്തുള്ളതിൻ്റെ എല്ലാം സൈൻ മാറും. അപ്പോൾ A² മൈനസ് A² ആവും, മൈനസ് 2AB പ്ലസ് 2AB ആവും, പ്ലസ് B² മൈനസ് B² ആവും. നോക്കുക, A² ഉണ്ട് മൈനസ് A² ഉണ്ട്, അത് രണ്ടും ക്യാൻസലായി. B² മൈനസ് B² ക്യാൻസലാവും. 2AB പ്ലസ് 2AB 4AB എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം 4AB. ശരി ഉത്തരം ഓപ്ഷൻ സി. 2ഉം 3-ൽ എത്ര 3-ൽ ഉണ്ട്? അപ്പോൾ 2ഉം 3-ൽ എത്ര 3-ൽ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് 2ഉം 3-നെ 3-1 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഹരിക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഇവിടെ 2ഉം 3-1 മിക്സഡ് ഫ്രാക്ഷനാണ്. അതിനെ നമുക്ക് രൂപമാറ്റം വരുത്തണം. അതിനായിട്ട് ഈ 2 കൊണ്ട് 3-നെ ഗുണിക്കുക. 2 3 6, അതിനോട് 1 അംശം കൂട്ടുക. 2 3 6ഉം അംശം 1 കൂടെ കൂട്ടുമ്പോൾ 7. 7 അംശത്തിൽ എഴുതുക, ശതത്തിൽ 3. അപ്പോൾ 3/7 ഭാഗം 3-1 എന്ന് വരും. ഇനി ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിനായിട്ട് ഈ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഗുണിക്കണം. അതായത് 3/7 ഗുണം ഇതിൻ്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ 1/3. 3 3 ക്യാൻസലാവും. 7/1 7. അപ്പോൾ ഉത്തരം 7. അതായത് 2 3-1 ഉള്ള 3-1കളുടെ എണ്ണം 7 ശരി ഉത്തരം ഓപ്ഷൻ ഡി. 5 10 15 എക്സെട്ര 95 എന്ന ശ്രേണിയിലെ എല്ലാ സംഖ്യകളുടെയും കൂടി ശരാശരി എത്രയാണ്? നമുക്ക് തന്നിരിക്കുന്ന സംഖ്യാശ്രേണി നോക്കുക. 5 10 15 എക്സെട്ര. അതിലെ അവസാന പദമാണ് 95. നോക്കുക, ഇതൊരു സമാന്തര പ്രോഗ്രഷനാണ്. 5നോട് 5 കൂട്ടിയാൽ 10 കിട്ടും, 10നോട് 5 കൂട്ടിയാൽ 15. അങ്ങനെ പൊതുവ്യത്യാസം 5 ആയിട്ടുള്ളൊരു സമാന്തര പ്രോഗ്രഷനാണ്. അതിലെ ആദ്യ പദം 5ഉം
അവസാന പദം 95ഉമാണ്. അപ്പോൾ ഈ ശ്രേണിയിലെ എല്ലാ പദങ്ങളുടെയും കൂടി ശരാശരി കാണാനായിട്ട് നമുക്ക് സമാന്തര പ്രോഗ്രഷൻ്റെ ചില പ്രത്യേകതകൾ ഉപയോഗിക്കാം. സമാന്തര പ്രോഗ്രഷനിൽ തുടർച്ചയായ പദങ്ങളുടെ ശരാശരി കിട്ടാൻ അതിലെ ആദ്യ പദത്തിൻ്റെയും അവസാന പദത്തിൻ്റെയും ശരാശരി കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ ആദ്യ പദമായ 5ഉം അവസാന പദമായ 95ഉം എടുത്ത് അവയുടെ ശരാശരി കണ്ടാൽ നമുക്ക് ഈ മുഴുവൻ പദങ്ങളുടെയും ശരാശരി കിട്ടും. അപ്പോൾ 5ൻ്റെയും 95ൻ്റെയും ശരാശരി കാണാൻ 5ഉം 95ഉം കൂടെ കൂട്ടി അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. 5ഉം 95ഉം കൂടെ കൂട്ടിയാൽ 100, 100/2 50. അപ്പോൾ 50ആണ് ഈ ശ്രേണിയിലെ പദങ്ങളുടെ ശരാശരി. ശരി ഉത്തരം ഓപ്ഷൻ സി. റൂട്ട് ഓഫ് 36 അധികം റൂട്ട് ഓഫ് 25 സമം റൂട്ട് n ആയാൽ n എത്രയാണ്? ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കുക. റൂട്ട് ഓഫ് 36 അധികം റൂട്ട് 25 സമം റൂട്ട് n. 36ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം 6 പ്ലസ് 25ൻ്റെ സ്ക്വയർ റൂട്ട് 5. അപ്പോൾ 6 + 5 ആണ് റൂട്ട് n. 6ഉം 5ഉം കൂടെ കൂട്ടിയാൽ 11. അപ്പോൾ റൂട്ട് n-ൻ്റെ വാല്യൂ എത്ര കിട്ടും? 11 വരും. അപ്പോൾ n കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ 2 വശം സ്ക്വയർ ചെയ്താൽ മതി. റൂട്ട് n-ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ n എന്ന് കിട്ടും. 11 സ്ക്വയർ വരും. 11ൻ്റെ സ്ക്വയർ 121. അപ്പോൾ n-ൻ്റെ വാല്യൂ 121. ശരി ഉത്തരം ഓപ്ഷൻ എ.